ചേട്ടാ ആദ്യം തന്നെ ഇത്തവണ എത്ര ടീമാണ്? 7 ടീമാണുള്ളത്. 7 ടീം. ഇതിനു മുമ്പ് കലോത്സവങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതേ ടീമിന്റെ തന്നെയാണോ? ആ ടീമുകളും പല ടീമുകളും എല്ലാ വർഷവും ഓരോ സ്കൂളുകളും മാറി മാറി വന്നിട്ടിരിക്കും. പല ടീമുകളും കയറും. അപ്പോൾ കഴിഞ്ഞ 12 വർഷമായിട്ട് 2012 ഇത് കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയത്. അന്ന് തുടങ്ങി നമ്മുടെ ടീമുണ്ട്. ഞാൻ ചവിടുനാടകത്തിൽ വന്നിട്ട് 38 വർഷമായി. ഞാൻ എൻ്റെ അപ്പച്ചനാണ് എൻ്റെ ഗുരു, ജോർജ് ആശാനാണ്. അപ്പച്ചനെ കൂടി പഠിച്ചതാണ്. ഞാനും ഒരു 12 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ചവിടുനാടക വേദിയിലേക്ക് വന്നത്. അപ്പൊ ഇപ്പൊ അതിനുശേഷം 5 പുതിയ കഥകൾ ഞാൻ എഴുതി 2 മണിക്കൂർ വീതം ഉള്ള കഥകള് അത് ഗോകുലത്തില് ചൂടി ഫസ്റ്റില് അവതരിപ്പിച്ച്, പിന്നെ അതുപോലെ യുവകേരള കലാസമിതി എന്നുള്ള ഒരു ചവിട്ടുനാടക കലാസമിതി നമുക്കുണ്ട്. 40-45ഓളം പേര് അംഗങ്ങളുള്ള സമിതിയുണ്ട്. അതായത് അങ്ങ് വടക്ക് കൊടുങ്ങല്ലൂർ തൊട്ട് തെക്ക് കൊല്ലം വരെ ഒരു ആതിഥ്യം വഹിക്കുന്ന അവിടെ വരെയുള്ള ഒരു കലാരൂപം, പ്രാചീന കലാരൂപമാണ് ഈ ചവിട്ടുനാടകം. അപ്പോൾ അതിന്റെ കൊല്ലത്തേക്ക് വരുമ്പോൾ പ്രതീക്ഷ എങ്ങനെയാണ്? കൊല്ലത്തേക്ക് വരുമ്പോ നമുക്ക് നല്ല കുട്ടികൾ നല്ലോണം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആത്മാർത്ഥമായിട്ട് അവർ കളിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് വന്നേക്കുന്നത്. എല്ലാവരും നല്ലോണം കളിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ തന്നെ ഈ ഉറച്ച ചുവടുകൾ പതിക്കുന്ന ആ വേദിയേക്കാൾ പ്രകമ്പം കൊള്ളുന്ന ഒരു മനസ്സുണ്ട് ഇപ്പോൾ മകളുടെ ആ ഒരു വിയോഗം. അതാണ് ഇപ്പം നമ്മളെ തളർത്തിയിരിക്കുന്നതാണ്. എന്നാലും അവളുടെ പ്രോത്സാഹനവും നമ്മളുടെ കൂടെ ഉള്ള ഒരു ഇതുമാണ് നമ്മൾക്ക് പ്രചോദനമായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് വന്നത്. അവളാണ് നമ്മളെല്ലാം ആയിരുന്നത്. അവൾക്ക് വേണ്ടിയിട്ടായിരുന്നു എല്ലാം ചെയ്തിരുന്നത്. പക്ഷേ ഈ കഥകളൊക്കെ എഴുതുന്ന സമയത്തും മകളൊപ്പം ഉണ്ടായിരുന്നു. എല്ലാത്തിനും അവളൊപ്പം ഉണ്ടാവും. അവളോട് എല്ലാ കാര്യങ്ങളും ചോദിക്കും, അവളെല്ലാ കാര്യങ്ങളും പറയും. മകനുണ്ടാവും, ഭാര്യമൊക്കെ ഉണ്ടാവും. നമുക്ക് സപ്പോർട്ടായിരുന്നു എല്ലാ കാര്യങ്ങളും. പക്ഷെ അവള് നമുക്ക് കൂടുതലായിരുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ അടുത്തടുത്ത് വന്നിരുന്ന കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഉണ്ടായിരുന്നു. മകള് ഈ പ്രശ്നം വരാനും വെച്ചതാണ്. അപ്പൊ എല്ലാം ഇങ്ങനെ സംഭവിച്ചു. അവളും കൂട്ടുകാരത്തിനെയും കൂടി കൊണ്ടുവരാൻ എന്നാലും മറ്റേ ജില്ലയിലും സബ് ജില്ലയിലും ഒക്കെ ലഭിച്ച പോലെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഈ ടീമുകൾ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ പ്രതീക്ഷിക്കണം. എന്തായാലും ഇന്ന് വരെ വന്നേക്കണവർ ആരും പരാജയപ്പെട്ടില്ല. നമ്മൾ ഇത്രയും വർഷം ഉണ്ടായിട്ട് പോയിട്ട് എല്ലാവരും വിജയത്തോടെയൊക്കെ പോയേക്കണത്. എല്ലാ നിയോഗങ്ങളാണല്ലോ. അതെല്ലാം ഒരു ടീം ഉണ്ടാവുമല്ലോ. ഒരു ടീം ഉണ്ടാകുമല്ലോ. അതായത് ഓരോ അതെ അതെ. ഞാൻ ആദ്യത്തെ എന്റെ കഥ വിശുദ്ധ സെബസ്ത്യാനോസ് എന്നുള്ള കഥയാണ് ഞാൻ 2014 എഴുതിയത്. ചൂടി ഫസ്റ്റില് അരങ്ങേറിയത്. അപ്പൊ അതിന്റെ ആ നാടകം തന്നെയാണ് ഇപ്പൊ ഇവിടെ ഫസ്റ്റ് ആദ്യത്തെ സ്റ്റേജില് കളിച്ചത്. അത് നമ്മളിതിനെ 2 മണിക്കൂർ നാടകമാണ് സെബസ്ത്യാനോസ്. അതിപ്പോ 20 മിനിറ്റ് ആക്കി ചുരുക്കി നമ്മളിപ്പോ അങ്ങനെ എഴുതി അങ്ങനെ സെറ്റ് ചെയ്ത് കളിച്ചേക്കണതാ. ഇപ്പൊ 5 സെബസ്ത്യാനോസ് തന്നെ 5 സ്ഥലങ്ങളിൽ ജില്ലയിൽ നേടി കയറിയിട്ടുണ്ട്. അപ്പൊ ഈ 2 ടീമുകളിൽ 2 കഥകളാണ്. 2 കഥകൾ. അതെ. 20 മിനിറ്റ് വെച്ച്. ഞാൻ 5 ഒന്നാമത്തെ ഞാനത് എഴുതിയതിൽ 5 സെബസ്ത്യാനോസ്, പിന്നെ അതുപോലെ തന്നെ ക്രൂശിതൻ, യേശുവിന്റെ കഥ, അതുപോലെ തന്നെ ജോവാൻ ഓഫ് ആർക്ക്, വിശുദ്ധ ജോവാൻ ഓഫ് ആർക്ക്, ഛത്രപതി ശിവജി എന്ന് പറഞ്ഞൊരു നാടകം എഴുതി, പിന്നെ അതുപോലെ തന്നെ വിശുദ്ധ വാലന്റിയൻ. അങ്ങനെ 5 കഥയാണ് എഴുതിയേക്കുന്നത്. 6ാമത്തത് ഈ വർഷം എഴുതി കളിക്കേണ്ടതായിരുന്നു.